അതിനാൽ സർക്കാർ ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചിത്രാഞ്ജലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നാണ് മന്ത്രി ഈ അവസരത്തിൽ പറഞ്ഞത്. ഏതായാലും ഭീമൻ രഘു ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്കാണ് തുടക്കം കുറിച്ചത്. കാരണം ചിത്രാഞ്ജലി പോലെ ഈ ലോകോത്തര നിലവാരമുള്ള ഒരു സ്റ്റുഡിയോ, ഏക്കർ കണക്കിന് സ്റ്റുഡിയോ വെറുതെ കാട് പിടിച്ച് കിടക്കുന്നു. അത് രാമോജി റാവു ഫിലിം സിറ്റി പോലെ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ അവിടുത്തെ പല മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾ, സിനിമാ കോൺക്ലേവുകൾ, ഡബ്ബിംഗ് സ്റ്റുഡിയോകൾ, അതോടൊപ്പം തന്നെ ഈ ലോകോത്തര നിലവാരമുള്ള സെറ്റുകൾ, ഈ രീതിയിലൊക്കെ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. നല്ല രീതിയിലുള്ള ഫണ്ട് ഇക്കാര്യത്തിൽ വരുത്തേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക വഴി ഇതിൻ്റെ ഒരു ടൂറിസം സാധ്യതകൾ, ഒപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളുടെ ചിത്രീകരണം അടക്കം ഇവിടെ ചെയ്യാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിനിമകളുടെ ചിത്രീകരണം, തമിഴ് പടങ്ങൾ, അതോടൊപ്പം തന്നെ ബോളിവുഡ് ചിത്രങ്ങളടക്കം ഇവിടെ ഷൂട്ട് ചെയ്യാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യുക വഴി സാധിക്കും. കാരണം ഇതൊരു കേരളത്തിൻ്റെ പ്രകൃതി രമണീയത ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതി രമണീയത നിലനിർത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ അവകാശപ്പെടുന്നത് കൊണ്ട് തന്നെ വിദേശികൾ ഉൾപ്പെടെ കേരളത്തിൽ എപ്പോഴും വിനോദസഞ്ചാരത്തിന് വരുന്നത് പോലെ സിനിമകളുടെ ഏറ്റവും നല്ല ഫ്രെയിമുകൾ, പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ സിനിമയുടെ പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സംഘടന രംഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഏതായാലും ഇക്കാര്യത്തിലൊരു അനുകൂല നിലപാടുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.